പ്ലാറ്റോസ് വ്യൂസ് ഓൺ ആർട്ട് അല്ലേ. ഹി ബിലീവ്ഡ് ദാറ്റ് ഐഡിയാസ് ആർ അൾട്ടിമേറ്റ് റിയാലിറ്റി, ദാറ്റ് ആർട്ട് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി അല്ലേ. ആർട്ടിനെ 2 പ്രാവശ്യം റിയാലിറ്റിയിൽ നിന്നും മായ്ച്ചൊരു സാധനമാണെന്ത്, റിയാലിറ്റിയിൽ നിന്നും 2 പ്രാവശ്യം മായ്ച്ചിട്ടാണ് ആർട്ട് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ. Hence he says that it is not capable of molding a good citizen. അതുകൊണ്ട് ഒരിക്കലും നല്ലൊരു സിറ്റിസനെ വാർത്തെടുക്കാൻ ആർട്ടിന് കഴിയൂല എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പിന്നെ വേറെ എന്താണ്, അത്രയും കാര്യങ്ങളാണ് അല്ലേ ഇന്നലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് പ്ലാറ്റോസ് വ്യൂസ് ഓൺ ആർട്ട്. പിന്നെ ഈ ഒരു സംഭവം കൂടി ഇന്നലെ പറഞ്ഞത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളൂ. പ്ലാറ്റോസ് വ്യൂസ് ഓൺ ആർട്ട്. ആർട്ട് ഈസ് ഇമിറ്റേഷൻ. മിമസിസ് മീൻസ് ഇമിറ്റേറ്റിംഗ് വാട്ട് വി സീ ഇൻ നേച്ചർ അല്ലേ. എന്താണ് നമ്മൾ നേച്ചറിൽ കാണുന്നത് അതൊക്കെ അങ്ങോട്ട് ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞത് മിമസിസ് ആണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട്. മിമസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമിറ്റേറ്റിംഗ് വാട്ട് വി സീ ഇൻ നേച്ചർ. എന്താണോ കാണുന്നത് അതേപടി അനുകരിക്കുക അല്ലേ. അതാണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. He considered that things are conceived as idea before they take practical shape. അപ്പോൾ എല്ലാ തിങ്സും, ബുക്കോ പെന്നോ ഫോണോ എല്ലാം ആദ്യം എന്തായിരുന്നു, തിങ്സ് ആർ കൺസീവ്ഡ് ആസ് ആൻ ഐഡിയ. എല്ലാം ഐഡിയകളായിരുന്നു. ബിഫോർ ദേ ടേക്ക് പ്രാക്ടിക്കൽ ഷേപ്പ്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഷേപ്പ്, അതിൻ്റെ ആ പുസ്തകം എന്നുള്ള ആ തിങ് എന്നുള്ള നമ്മളെ കയ്യിൽ കിട്ടുന്ന ആ രൂപത്തിൻ്റെ മുന്നേ അതെല്ലാം ഒരു ഐഡിയ ആയിരുന്നു. കാരണം ആദ്യം ഉണ്ടാവുക എന്താണ്, ഐഡിയ ആണ് ഫസ്റ്റ് ഫോം ചെയ്യുക എന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ ഇത്. പ്ലാറ്റോ സേസ് ദാറ്റ് ദ ഐഡിയ ഓഫ് എവരിതിങ് വാസ് ഒറിജിനൽ ആൻഡ് ദ തിങ് ഇറ്റ് സെൽഫ് ഈസ് ഇറ്റ്സ് കോപ്പി. കണ്ടോ, പ്ലാറ്റോ പറയാണ് ഐഡിയ ഓഫ് എവരിതിങ് വാസ് ഒറിജിനൽ. എല്ലാത്തിൻ്റെയും ഐഡിയ ആണ് ഒറിജിനൽ. തിങ് ഇറ്റ് സെൽഫ് ഈസ് എ കോപ്പി. തിങ്സ് എന്താണ്, വസ്തു ഒരു കോപ്പിയാണ്. പേന എന്നുള്ള വസ്തു ഒരു കോപ്പിയാണ് ഐഡിയയുടെ. മനസ്സിലായോ. ഐഡിയ ആദ്യം ഉണ്ടാവുന്നത് ഐഡിയ ആണ്, അതിൻ്റെ ഒരു കോപ്പി മാത്രമാണ് എന്ത്, പേന. പിന്നെ അത് ആർട്ടിൽ വരുമ്പം അത് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ആക്ച്വലായിട്ടുള്ള തിങ്ങായി വരുമ്പം വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഇതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോവാണ്. Now art, literature, painting, sculpture reproduces but things as mere past time അല്ലേ. അപ്പോൾ the next in words, next in colors and that in stones. അതെന്താ പറഞ്ഞത്, ആർട്ടും ലിറ്ററേച്ചറും പെയിൻറ്റിങ്ങും സ്കൾപ്ചറും ഒക്കെ എന്താണ്, തിങ്സ് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. ഒക്കെ ഒരു റീപ്രൊഡക്ഷനാണ് അല്ലേ. എല്ലാം നമ്മൾ ആർട്ടായാലും പെയിൻറ്റിങ് ആയാലും സ്കൾപ്ചർ പറഞ്ഞാൽ നമ്മളെ പ്രതിമകൾ സംഭവങ്ങളൊക്കെ അല്ലേ, ആ ഒരു കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, ആ സംഭവങ്ങളൊക്കെ ഒരു റീപ്രൊഡക്ഷൻസ് ആണ്. കാരണം അതൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാണ്. കാരണം എന്ത് റീപ്രൊഡ്യൂസ് ചെയ്യാണ്, ഒറിജിനലായിട്ട് എന്തോ ഒരു സാധനം ഉണ്ട് അതിനെ നോക്കിയിട്ട് വരയ്ക്കുകയാണ് ആർട്ട്. അല്ലെങ്കിൽ പെയിൻറ്റിങ് ആയാലും അത് നോക്കിയിട്ട് വരയ്ക്കുകയാണ്. സ്കൾപ്ചർ ആയാലും ആരോ ഒന്ന് ആദ്യം ഉണ്ട് അതിനെ പിന്നെ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഈ ആർട്ട്, ലിറ്ററേച്ചർ, പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യണ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. അപ്പം ബട്ട് തിങ്സ് ആർ മിയർ പാസ്റ്റ് ടൈം. തിങ് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ടൈമിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. ദ നെക്സ്റ്റ് ഇൻ വേർഡ്സ്. പിന്നെ ആർട്ടായാലോ വേർഡ്സിലൂടെയാണ് നമ്മൾ ആർട്ട്. ഇപ്പോൾ നമ്മൾ ഒരു നോവലാണെങ്കിലും ഒരു കഥയാണെങ്കിലും ഒരു പോയട്രി ആണെങ്കിലും ഒക്കെ എന്താണ്, അത് ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ വേർഡ്സിലൂടെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻ കളേഴ്സ്. പെയിൻറ്റിങ് ആണെങ്കിലോ കളറ് കൊടുത്തിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ സ്റ്റോൺസ്. സ്കൾപ്ചർ ആണെങ്കിലോ കല്ലുകൊണ്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് 3 കാര്യങ്ങൾ കേട്ടോ. ആർട്ട്, പെയിൻറ്റിങ്, സ്കൾപ്ചർ. ആർട്ട് ഇൻ വേർഡ്സ്, പെയിൻറ്റിങ് ത്രൂ കളേഴ്സ്, സ്കൾപ്ചർ ത്രൂ സ്റ്റോൺസ്. അത് മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. സോ ഇറ്റ് ഈസ് മിയർലി എ കോപ്പി ഓഫ് കോപ്പി. ഇങ്ങനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സാധനം എന്താണ്, ഒരു കോപ്പി ഓഫ് കോപ്പിയാണ്. എന്താണ്, ഫോട്ടോസ്റ്റാറ്റാണ് അല്ലേ, ഒരു കോപ്പി ചെയ്യാണ്. ഐഡിയ ആണ് ആദ്യം ഉണ്ടായത്, അതിൻ്റെയൊക്കെ ഒരു കോപ്പിയാണ്. ഇറ്റ് ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, ദാറ്റ് ഈസ് ഇമിറ്റേഷൻ ഓഫ് ഇമിറ്റേഷൻ. സോ ആർട്ട് ഈസ് ഇമിറ്റേഷൻ ഓഫ് ഇമിറ്റേഷൻ. വി ആർ ഇമിറ്റേറ്റിംഗ് വാട്ട് ഈസ് നേച്ചർ ആൻഡ് വി എക്സ്പ്രസ്ഡ് ദാറ്റ് ഐഡിയ ത്രൂ മൈൻഡ് ആൻഡ് ദാറ്റ് ഐഡിയ എക്സ്പ്രസ്ഡ് ത്രൂ
പേപ്പർ. മനസ്സിലായോ? അതൊക്കെ ഇന്നലെ പറഞ്ഞു തന്നെ കേട്ടോ. നമ്മൾ നേച്ചറിൽ എന്താണോ കാണുന്നത് അത് ഇമിറ്റേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഐഡിയ ഉണ്ടാകുന്നു മനസ്സിൽ, പിന്നെ ഐഡിയ ഒരു പേപ്പറിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. ആർട്ട് ലീഡ്സ് ടു ഇംപെർഫെക്ഷൻ. എങ്ങനെയാണ് ഇത് അണ്ടർലൈൻ ചെയ്യണേ? ആർട്ട് ഇംപെർഫെക്ഷനിലേക്കാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? ഇതൊക്കെ ഓരോ ലൈന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും എക്സാമിന്. അക്കോർഡിംഗ് ടു പ്ലാറ്റോ ആർട്ട് ലീഡ്സ് ഇംപെർഫെക്ഷൻ. വൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ എഴുതേണ്ടത്? ആർട്ട് ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഇറ്റ് ടേക്കൺ മെൻ എവേ ഫ്രം റിയാലിറ്റി ദാൻ ടുവാർഡ്സ് ഇറ്റ്. മനസ്സിലായോ? ഇറ്റ് ടേക്ക് മെൻ എവേ ഫ്രം റിയാലിറ്റി ദാൻ ടുവാർഡ്സ് ഇറ്റ്. സോ ദ പ്രൊഡക്ഷൻസ് ഓഫ് ആർട്ട് ഹെൽഡ് നൈദർ ടു മോൾഡ് എ ക്യാരക്ടർ നോട്ട് ടു പ്രൊമോട്ട് ദ വെൽ ബീയിങ് ഓഫ് ദി സ്റ്റേറ്റ്. പിന്നെ ഒരു കാരണം കൂടി ഉണ്ട്. എന്താണ്? പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞത് നൈദർ ടു മോൾഡ് എ ക്യാരക്ടർ, ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്ത് നല്ലൊരു ക്യാരക്ടറിനെ വാർത്തെടുക്കുന്നുമില്ല. അറ്റ് ദ സെയിം ടൈം അതൊരു സ്റ്റേറ്റിന് വെൽബീയിങ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കണം. അതുകൊണ്ട് ആർട്ട് ലീഡ്സ് ഇംപെർഫെക്ഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മാത്രം വരും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്ലാറ്റോസ് വ്യൂസ് ഓൺ ആർട്ട്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. എക്സാമിന് ഇങ്ങനെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുള്ളൂ. ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. പിന്നെ നോട്ട് എഴുതുന്ന സമയത്ത് വോയിസ് കേട്ടുകൊണ്ട് നോട്ട് എഴുതണം. കാരണം നോട്ടിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. നോട്ട് ആദ്യം എഴുതാൻ തന്ന് പിന്നെ ക്ലാസ് എടുക്കുമ്പോഴേക്കൊക്കെ നമ്മളെ മുന്നിൽ വളരെ കുറച്ച് സമയമുള്ളൂ. മാർച്ച് ആകുമ്പോഴേക്കും പോർഷൻസ് തീർക്കണം. അപ്പം വോയിസ് കേട്ടുകൊണ്ട് നോട്ട് ചെയ്താൽ നോട്ടിലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു സമയത്ത് ഞാനത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഇന്നലെ പഠിച്ചതാണ്. ഇനി നമുക്ക് ഇന്നത്തെ പുതിയതായിട്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് നോക്കാം. ഓക്കെ, പ്ലാറ്റോ ഓൾറെഡി എതിർക്കുകയാണ് ആർട്ടിനെ. എന്ത് പറഞ്ഞുകൊണ്ട്? ആർട്ട് പെർഫെക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഐദർ ടു മോൾഡ് എ ക്യാരക്ടർ ഓർ ടു പ്രൊമോട്ട് എ വെൽബീയിങ് ഓഫ് ദി സ്റ്റേറ്റ്. അത് രണ്ടും ഇല്ലെങ്കിൽ അങ്ങനത്തെ കവിതകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കുകൾ ഡിസ്കാർഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്യണതിനോട് നിങ്ങൾക്കൊന്നും തോന്നരുത്. മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ക്രിറ്റിസം ഏത് PGക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും ആവശ്യമുള്ളത് തന്നെയാണ്. ഇതൊരിക്കലും മാറൂല. മറ്റേ കഥയും കവിതയൊക്കെ ഇങ്ങനെ മാറി മാറി പഠിക്കേണ്ടി വരും. ഇത് പ്ലാറ്റോൻ്റെ തിയറി പറഞ്ഞാൽ എന്നും ഈ പ്ലാറ്റോൻ്റെ തിയറി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. പ്ലാറ്റോസ് അറ്റാക്ക് ഓൺ പോയട്രി. അതുകൊണ്ട് തന്നെ പ്ലാറ്റോക്ക് എതിരാണ് ആർട്ടിനോട് അല്ലെങ്കിൽ പോയട്രിനോട്. അതുകൊണ്ട് തന്നെ പ്ലാറ്റോ എന്ത് ചെയ്യും? പോയട്രിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് 3 ഗ്രൗണ്ടിലായിട്ട്. In Plato's opinion, poetry cannot mold a character or not promote a well-being of the state. Poetry is a copy of copy, which is choice removed from reality. Plato condemns poetry on 3 ഗ്രൗണ്ട്സ്. അപ്പോൾ എന്താ പറഞ്ഞത്? പ്ലാറ്റോൻ്റെ അഭിപ്രായത്തിൽ പോയട്രി ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നില്ല, ഒരു സ്റ്റേറ്റിന് ഒരു നന്മ ചെയ്യുന്നില്ല. അതുകൊണ്ട് പോയട്രി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വേഗം വരുന്ന ആർട്ടിനെയാണ് ഉദ്ദേശിച്ചത്. പോയെന്നുള്ള ഐഡിയ ആദ്യം മനസ്സിൽ വരും, പിന്നെ പോയം എഴുതിയുണ്ടാക്കും, പിന്നെ അത് ബുക്കിലേക്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ 3 രൂപങ്ങളായി. അതുകൊണ്ടാണത് ആർട്ട് അല്ലെങ്കിൽ പോയട്രി ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ആദ്യം ഒരു ഐഡിയ ഉണ്ടാവും, പിന്നെ പോയം പേപ്പറിൽ നമ്മൾ മനസ്സിൽ പോയിട്ട് കുറിച്ച് വെക്കും, പിന്നെ അത് പേപ്പറിലേക്ക് പകർത്തും. ആ 3 പ്രോസസ്സ് കഴിയുമ്പോഴേക്കും അതെന്തായി മാറും? ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഓക്കെ, പോയട്രി ഈസ് എ കോപ്പി ഓഫ് കോപ്പി വിച്ച് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. പ്ലാറ്റോ പുച്ഛിക്കാണ്. 3 പോയിന്റിലൂടെ പോയട്രിനെ പുച്ഛിക്കാണ്. എന്തെല്ലാം കാരണങ്ങളാൽ ആർട്ട് ഇംപെർഫെക്റ്റ് ആണ്, എങ്ങനെയാണ് പോയട്രിനെ എതിർക്കുന്നത് പ്ലാറ്റോ എന്നുള്ളതാണ് 3 പോയിന്റുകളിലായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. നോക്കൂ, പോയറ്റിക് ഇൻസ്പിരേഷൻ, രണ്ടാമത്തത് ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി, ദെൻ മൂന്നാമത്തത് ഇറ്റ്സ് നോൺ മോറൽ ക്യാരക്ടർ. 3 പോയിന്റ് കാണാതെ ഉഷാറായിട്ട് പഠിക്കണം. പോയറ്റിക് ഇൻസ്പിരേഷൻ, രണ്ടാമത്തത് ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി, മൂന്നാമത്തത് ഇറ്റ്സ് നോൺ മോറൽ ക്യാരക്ടർ. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല രസത്തിൽ നമുക്ക് മനസ്സിലാക്കി പോവാം. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ്. വളരെ രസമാണ്. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും ഈ സംഭവങ്ങളൊക്കെ. നമുക്ക് നോക്കാം. നെക്സ്റ്റ്,
പോയറ്റിക് ഇൻസ്പിരേഷൻ. എന്താണ് പോയറ്റിക് ഇൻസ്പിരേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇൻസ്പയർ പറഞ്ഞാൽ എന്താ? മനസ്സിലേക്ക് ഒരു കവിത എഴുതാനുള്ള ഇൻസ്പിരേഷൻ വരിക അല്ലേ? അപ്പോൾ ഒരു പോയട്രിനെയാണ് കേട്ടോ എതിർക്കുന്നത്. 3 പോയിന്റുകളിലൂടെ പോയട്രിനെ എതിർക്കുകയാണ്. അപ്പോൾ പോയറ്റിക് ഇൻസ്പിരേഷൻ, പ്ലാറ്റോ പറയാണ് പോയട്രി ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ഡീപ്പ് തോട്ട്. പോയട്രി എന്ന് പറഞ്ഞത് നല്ലോണം അങ്ങനെ മനസ്സിൽ ആലോചിച്ചു കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. പിന്നെ അതേസമയം ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സഡൻ ഇൻസ്പിരേഷൻ. ഒരു പെട്ടെന്ന് മനസ്സിലെടുത്ത് തോന്നുകയാണ് ഒരു കവിത എഴുതണമെന്ന്. ഗോഡ് മനസ്സിലൊരു ഇൻസ്പിരേഷൻ ഉണ്ടാക്കുകയാണ്, സഡൻ ഇൻസ്പിരേഷൻ. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇൻസ്പിരേഷൻ്റെ ഭാഗമാണ് എന്ത്? ഈ പോയട്രി എന്ന് പറഞ്ഞത് ഒരു സഡൻ ഇൻസ്പിരേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ പ്ലാറ്റോ ഇത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, പറയുന്നതും ശ്രദ്ധിക്കണം, നോട്ടിലുള്ളതും ശ്രദ്ധിക്കണം. ടെക്സ്റ്റിന് ഇപ്പം നിങ്ങൾ വാങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, നോട്ടും അതിൻ്റെ കൂടെ ഞാൻ പറയുന്നതും എല്ലാം കൂടി എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു സംഭവങ്ങൾക്ക് കിട്ടും. Plato says that poetry is not the result of deep thought എന്നാണ് പറഞ്ഞത്. The poet writes not because he has thought long over, but because he is inspired. എങ്ങനെയാണ് ഒരു കവിത എഴുതുന്നത്? ഡീപ്പായിട്ട് കുറേ ആലോചിച്ചു കൊണ്ടൊന്നും അല്ല ഒരു കവിത എഴുതുന്നത്. പെട്ടെന്നൊരു മ്യൂസിലെ ഒരു മ്യൂസിക് ഓഫ് ഗോഡ്, മ്യൂസ് പറഞ്ഞാൽ മ്യൂസിക് ഓഫ് ഗോഡ് എന്നാണ്. മ്യൂസിക് ഓഫ് ഗോഡ് സഡൻലി ഫീൽസ് ഹിം ആൻഡ് മേക്സ് ഹിം ടു സിങ്. സച്ച് എ സഡൻ ഔട്ട്പോറിംഗ് ഓഫ് ദ സോൾ കാൺ ബി എ റിലയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രൂത്ത് ബേസ്ഡ് ഓൺ റീസൺ. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ, നമ്മൾ നോട്ടാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്, അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? പ്ലാറ്റോ സേസ് ദാറ്റ് പോയട്രി ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ഡീപ്പ് തോട്ട്, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സഡൻ ഇൻസ്പിരേഷൻ. എന്താ പറഞ്ഞത്? പ്ലാറ്റോ പറയാണ് പോയട്രി എന്ന് പറഞ്ഞത് കുറേ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് എഴുതുന്നതൊന്നുമല്ല. നല്ലോണം ആലോചിച്ച് എഴുതുന്നതിൽ മാത്രമേ സത്യം ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ് പോയട്രി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സഡൻ ഇൻസ്പിരേഷൻ. പെട്ടെന്നുള്ളൊരു സഡൻ മനസ്സിൽ തോന്നുന്ന ഒരു ഇൻസ്പിരേഷൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. കൺസിഡർ ഫിലോസഫി. എന്നാൽ ഫിലോസഫി ആലോചിച്ച് നോക്കുവാൻ പറഞ്ഞല്ലോ, പ്ലാറ്റോ ഫിലോസഫിയിലാണ് ഊന്നി പറയണത്, ഫിലോസഫിയാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിലോസഫി എന്താണ്? ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഡീപ്പ് തോട്ട് അല്ലേ, കൂൾ ഡെലിബറേഷൻ. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഫിലോസഫിക്കലി പറഞ്ഞാൽ ഫാക്റ്റ് ആയിരിക്കും, സത്യങ്ങളായിരിക്കും. അത് നല്ലോണം ആലോചിച്ച് ഫിലോസഫിക്കൽ സംഭവങ്ങൾ മനസ്സിൽ നിന്ന് വെറുതെ അങ്ങോട്ട് ഔട്ട് പോർ ചെയ്യണതാണോ? ഔട്ട് പോർ പറഞ്ഞാൽ ഇങ്ങനെ വാർന്നൊലിക്കണത്, നിറഞ്ഞൊഴിയണതാണോ? അല്ല, ഇത് ഡീപ്പായിട്ട് ചിന്തിച്ചുണ്ടാവുന്നതാണ് ഫിലോസഫിക്കൽ തോട്ട് എന്ന് പറഞ്ഞാൽ. എന്നാൽ പോയമാണെങ്കിലോ അതുപോലെയല്ല. അപ്പോൾ പോയട്രി ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ഡീപ്പ് തോട്ട്. അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ ചോദിക്കും കേട്ടോ, കമ്പാരിസൺ ചോദിക്കും, പോയട്രിയും ഫിലോസഫിയും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കും. അപ്പം പോയട്രി ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ഡീപ്പ് തോട്ട്, അറ്റ് ദ സെയിം ടൈം ഫിലോസഫി ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഡീപ്പ് തോട്ട്. Meanwhile, poetry is created by sudden impulses. മനസ്സിലുണ്ടാണ് പെട്ടെന്നുണ്ടാണ് ഇമ്പൾസ്, വികാരങ്ങളിലൂടെയാണ് പോയട്രി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് കനോട്ട് ബി ട്രസ്റ്റഡ്. അങ്ങനെ പെട്ടെന്ന് മനസ്സ് വരുന്ന വികാരം കൊണ്ടുണ്ടാകുന്ന സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ പോയട്രി കനോട്ട് ഗൈഡ് എ പേഴ്സൺ ടു ബി ആൻ ഐഡിയൽ സിറ്റിസൺ. ഒരിക്കലും പോയട്രിക്ക് ഗൈഡ് ചെയ്യാൻ കഴിയില്ല ഒരു പേഴ്സണെ നല്ലൊരു സിറ്റിസൺ ആക്കാൻ വേണ്ടിയിട്ട്. പോയട്രി പഠിച്ചിട്ടും പോയട്രി ഉപയോഗിച്ചിട്ടും ഒരിക്കലും നല്ലൊരു സിറ്റിസൺ ആയി ഉണ്ടാവില്ല. ഫിലോസഫി തന്നെ പഠിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി നോക്ക്, പോയറ്റ് ശ്രദ്ധിക്കട്ടെ നോട്ടിലേക്ക്. ദ പോയറ്റ് റൈറ്റ്സ് നോട്ട് ബിക്കോസ് ഹി ഹാസ് തോട്ട് ലോങ് ഓവർ ബട്ട് ഇറ്റ് ഈസ് ഇൻസ്പയർഡ്. ഒരു പോയം എന്ന് പറഞ്ഞാൽ കുറേ തോട്ട് ലോങ് ഓവർ എന്ന് ഉദ്ദേശിച്ചത് ഡീപ്പ് തോട്ട് കൊണ്ടല്ല. വേണമെങ്കിൽ ആ ഒരു സെൻറ്റൻസിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഈ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചോ. പ്ലാറ്റോ സേസ് ദാറ്റ് പോയട്രി ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ഡീപ്പ് തോട്ട്. മനസ്സിലായോ? പോയട്രി എന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് പോയണ്ടാണ്? ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ്, ബട്ട് ബിക്കോസ് ഹി ഈസ് ഇൻസ്പയർഡ്, ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻസ്പിരേഷൻ. ഇതാണ് ഈ സെൻറ്റൻസാ പഠിക്കാൻ സുഖമെങ്കിൽ ഇത് എഴുതി വെച്ച് കേട്ടോ. ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ പാരഗ്രാഫൊക്കെ എഴുതുമ്പം കുറച്ചുകൂടി അധികം വേണമെങ്കിൽ എല്ലാ പോയിൻറ്റും മനസ്സിലേക്ക് വരണം.
അപ്പം എന്താണ്, ദ പോയറ്റ് റൈറ്റ്സ് നോട്ട് ബിക്കോസ് ഹി ഹാസ് തോട്ട് ലോങ് ഓവർ. പോയട്രി ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ഡീപ്പ് തോട്ട്, ബട്ട് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ്, ബട്ട് ബിക്കോസ് ഹി ഈസ് ഇൻസ്പയർഡ്, ബട്ട് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സഡൻ ഇൻസ്പിരേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ ദ ഗോഡ് ഓഫ് മ്യൂസിക് അല്ലെങ്കിൽ ദ മ്യൂസ് സഡൻലി ഫീൽസ് ഹിം ആൻഡ് മേക്ക് ഹിം ടു സിങ് സച്ച് എ സഡൻ. നോക്ക്, ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മ്യൂസ് പെട്ടെന്ന്, ഗോഡ് പെട്ടെന്ന് മനസ്സിൽ ഫില്ല് ചെയ്യും, എന്താണ് ഇമാജിനേഷൻസ് ഫില്ല് ചെയ്യും. ഒരു കവിത എഴുതാനുള്ള ഇൻസ്പിരേഷൻ ഗോഡ് തോന്നിപ്പിക്കും. ആ സമയത്ത് എന്താണ് പോയം എഴുതും. കാൻഡ് മേക്ക് ഹിം ടു സിങ്, പാടാനുള്ളൊരു ഇൻസ്പിരേഷൻ മനസ്സിൽ നിറക്കും. ആ സമയത്ത് കവിത വരികയാണ് ചെയ്യുക. ഇനി നമുക്ക് സച്ച് എ സഡൻ ഔട്ട് പോറിങ് ഓഫ് ദ സോൾ, അങ്ങനെയുള്ള ഈ ഒരു സോളിൻ്റെ ഔട്ട് പോറിങ്, അങ്ങനെ മനസ്സിലേക്ക് ഇൻസ്പിരേഷൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിൽ നിന്ന് അറിയാതെ ഔട്ട് പോർ ചെയ്യണതാണ് എന്ത്, ഔട്ട് പോർ അങ്ങനെ നിറഞ്ഞ് ഒഴുകണതാണ് കവിത. അങ്ങനെ വരുന്ന സംഭവത്തിന് ഒരിക്കലും, അങ്ങനെയുള്ള ഒരു ഔട്ട് പോറിങ്, സോളിൻ്റെ ആത്മാവിൻ്റെ ഒരു ഔട്ട് പോറിങ്ങിന് ഒരിക്കലും കാൺ ബി എ റിലയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രൂത്ത്, സത്യത്തിൻ്റെ സ്ഥാനത്ത് അതിനൊരിക്കലും വെക്കാൻ പറ്റൂല. അപ്പം പോയട്രിയിൽ സത്യം ഉണ്ടാവില്ല. ഒരിക്കലും പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട്, പോയറ്റ്സ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കള്ളം പറയുന്നവരാണ് പോയറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് കഴിഞ്ഞാൽ പോയട്രി അങ്ങനെ വരികൾക്കിടയിലൂടെ ഉണ്ടാക്കി എഴുതാം അല്ലേ, ആരെയും കുറ്റം പറയാം. ഗോഡിനെ വരെ കുറ്റം പറഞ്ഞുകൊണ്ട് കവിതയിൽ എഴുതാൻ പറ്റും. അപ്പോൾ പറയാണ്, ഇങ്ങനെ മനസ്സിൽ വരുന്ന പെട്ടെന്നുള്ള വികാരം കൊണ്ട് എഴുതപ്പെടുന്ന ഈ കവിത, അങ്ങനെ ഉണ്ടാവുന്ന ആ സഡൻ ഔട്ട് പോറിങ് ഓഫ് ദ സോള് ഒരിക്കലും കാൺ ബി എ റിലയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്, വിശ്വസനീയമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല ഫോർ ട്രൂത്ത് ബേസ്ഡ് റീസൺ, ട്രൂത്തിന് പകരം വെക്കാൻ ഒരിക്കലും പോയട്രിനെ പറ്റില്ല എന്നാണ് നമ്മുടെ പ്ലാറ്റോ പറയുന്നത്. സച്ച് എ പോയട്രി മേ നോട്ട് ബി കണ്ടെയ്ൻ എ പ്രൊഫൗണ്ട് ട്രൂത്ത്, ഇങ്ങനെ സഡൻ ഇൻസ്പിരേഷൻ കൊണ്ട് നല്ലോണം ഡീപ്പ് തോട്ടൊന്നും ഇല്ലാതെ ഉണ്ടാവണ ഈ സാധനത്തിന് എന്തില്ല, ഒരിക്കലും ഒരു പ്രൊഫൗണ്ട് ട്രൂത്ത് അതിലില്ല, അതിൽ സത്യമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡിവോയിഡ് ഓഫ് റീസണിങ്, അതിൽ റീസണിങ്ങും ഇല്ല അല്ലേ, യുക്തിചിന്തകളും അതിലില്ല. ഡിവോയിഡ് ഓഫ് പറഞ്ഞാൽ അവോയ്ഡ് എന്നാണ് മീനിങ് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിവോയിഡ് ഓഫ് റീസണിങ്. സോ പ്ലാറ്റോ സേസ് ദാറ്റ് പോയറ്റ് ആൻഡ് പോയട്രി ആസ് നോട്ട് സേഫ് ഗൈഡ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരും, പോയറ്റ് ആൻഡ് പോയട്രി ആർ നോട്ട് സേഫ് ഗൈഡ്സ്. വൈ, എന്തുകൊണ്ടാണ്? Poetry is choice removed from reality, it take men away from reality, it is not a reliable substitute. കാരണം എന്താണ്, it is not a product of deep thought, it is the result of sudden inspiration. So poetry and poets are not safe guides. അതുകൊണ്ട് പോയറ്റും പോയട്രി ഒന്നും എന്തല്ല, വിശ്വസനീയമായ സേഫ് ആയിട്ടുള്ളൊരു ഗൈഡല്ല. ആർട്ട് ഈസ് ഇൻപെർഫെക്റ്റ്, ഒന്നിലേക്ക് തന്നെ വരും കേട്ടോ. ആർട്ട് എന്ന് പറഞ്ഞത് പർട്ടിക്കുലറായിട്ട് എടുത്ത് പറയുന്നത് പോയട്രിനെയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ള നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ ഇങ്ങനെ പറയണ അതിൻ്റെ ബാക്കിയൊക്കെ മനസ്സിലാവും. കോൺസെപ്റ്റ് മനസ്സിലെത്തിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയണ ഓരോ സൈഡ് ഹെഡിങ്സും നിങ്ങൾക്ക് മനസ്സിലായി പോവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, നോട്ട് എഴുതുക. ഓക്കെ, പോയട്രി therefore cannot take the place of philosophy. എന്നിട്ട് പിന്നെ പ്ലാറ്റോ പറയാണ്, പോയട്രിനെ ഒരിക്കലും നമ്മൾക്ക് ഫിലോസഫിൻ്റെ സ്ഥാനത്ത് പകരം വെക്കാൻ പറ്റൂല. കാരണം എന്താണ്, ഫിലോസഫിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്, വിച്ച് ഗൈഡഡ് ബൈ കൂൾ ഡെലിബറേഷൻ മനഃപൂർവ്വമാണ് ഒരു ഫിലോസഫി ഉണ്ടാവുക. നമ്മൾ നല്ലോണം ആലോചിച്ചിട്ടില്ലേ, ഫിലോസഫി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡീപ്പ് തോട്ട്. കൂളായിട്ട് ഡെലിബറേറ്റായിട്ട് ആലോചിച്ചിട്ടാണ് ഒരു ഫിലോസഫി എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും പോയട്രിക്ക് പകരം വെക്കാൻ എന്തിനെ പറ്റൂല, ഫിലോസഫിക്ക് പകരം വെക്കാൻ പോയട്രിനെ പറ്റൂല. കാരണം ഇതിനെ വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു സേഫ് ഗൈഡ് അല്ല. ഇതും ക്വസ്റ്റ്യൻ വരും കേട്ടോ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് പോയട്രി അക്കോർഡിംഗ് ടു പ്ലാറ്റോ. ഇതിൽ ഓരോ വരിയും, ഈ നോട്ടിൽ നമ്മൾ എഴുതുന്ന ഓരോ വരിയും ഓരോ ക്വസ്റ്റ്യൻ ആൻസറാണ്, ഓരോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ തന്നെയാണ് ഇത് പോണത്. ടെക്സ്റ്റ് ഇല്ലെങ്കിലും നോട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഫുൾ ആൻസർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. പിന്നെ ഫിലോസഫി മേക്ക് ദ ഇൻഡിവിജ്വൽ എ ബെറ്റർ
and the state a better organization. Okay, philosophy make the individual a better and the state a better organization. ഫിലോസഫിയാണ് ഒരു ഇൻഡിവിജ്വലിനെ ബെറ്റർ ആക്കുന്നത്. ഫിലോസഫിക്കലായിട്ടുള്ള തത്വചിന്തകളാണ് ഒരു വ്യക്തിയെ നല്ലതാക്കുന്നത്, അല്ലാതെ പോയട്രി അല്ല. പോയട്രിക്ക് ഒരിക്കലും ബെറ്റർ ആക്കാൻ കഴിയൂല. കാരണം എന്താണ്, ഇതൊരു സഡൻ ഇൻസ്പിറേഷൻ്റെ പ്രോഡക്റ്റാണ്. അതിൽ സത്യമല്ല ഒരിക്കലും. അതിനെ റിലയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രൂത്ത് അല്ല അല്ലേ പിന്നെ എന്തിനും കഴിയും ഫിലോസഫിക്ക് ഒരു ബെറ്റർ ഓർഗനൈസേഷൻ, സ്റ്റേറ്റിനൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാക്കി മാറ്റാനും ഫിലോസഫിക്ക് സാധിക്കും. പിന്നെ പോയട്രി ഗൈഡഡ് ബൈ ഇമ്പൾസസ് ഓഫ് ദ മൊമെൻറ്റ്. സോ പോയട്രി കനോട്ട് മേക്ക് ദ ഇൻഡിവിജ്വൽ എ ബെറ്റർ സിറ്റിസൺ. പോയട്രി ഗൈഡ് ചെയ്യണത് ആരാണ്? പോയട്രി ഗൈഡ് ചെയ്യണത് ഇമ്പൾസസ് ഓഫ് ദ മൊമെൻറ്റ്. ആ മനസ്സിൽ ആ സമയത്തുണ്ടാകുന്ന വികാരങ്ങളാണ് പിന്നെ പോയട്രി ഗൈഡ് ചെയ്യണത്. അറ്റ് ദ സെയിം ടൈം ഫിലോസഫിനെ ആരാ ഗൈഡ് ചെയ്യണത്? കൂൾ ഡെലിബറേഷനാണ്, അല്ലെങ്കിൽ ഡീപ്പ് തോട്ടാണ് ഗൈഡ് ചെയ്യുന്നത്. സോ പോയട്രി കനോട്ട് മേക്ക് ദ ഇൻഡിവിജ്വൽ. അതുകൊണ്ട് തന്നെ ഇമ്പൾസസ് ഓഫ് ദ മൊമെൻറ്റ് ഗൈഡ് ചെയ്യുന്ന ഈ പോയട്രിക്ക് ഒരിക്കലും നല്ലൊരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കാനോ സ്റ്റേറ്റിനൊരു ബെറ്റർ ഓർഗനൈസേഷൻ ആക്കാനോ സാധിക്കില്ല. ഇൻഡിവിജ്വൽ എ ബെറ്റർ സിറ്റിസൺ ആൻഡ് സ്റ്റേറ്റ് എ ബെറ്റർ ഓർഗനൈസേഷൻ. Therefore, Plato decided no poet in the ideal commonwealth envisaged in the republic. അതുകൊണ്ട് തന്നെ പ്ലാറ്റോ തീരുമാനിച്ചു ഒരൊറ്റ പോയറ്റിനെയും ഐഡിയൽ കോമൺവെൽത്ത്, നോ പോയറ്റ് ഇൻ ദ ഐഡിയൽ കോമൺവെൽത്ത് എൻവിസേജ്ഡ് ഇൻ ദ റിപ്പബ്ലിക്. ഒരിക്കലും റിപ്പബ്ലിക് എന്ന് പറഞ്ഞ അയാളുടെ മോണുമെൻ്റൽ വർക്കിൽ ഒരു പോയറ്റിനെ പോലും അയാൾ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല എന്നയാൾ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ തരും കേട്ടോ. എന്തുകൊണ്ടാണ് പ്ലാറ്റോ തീരുമാനിച്ചത് നോ പോയറ്റ് ഇൻ ദ ഐഡിയൽ കോമൺവെൽത്ത് എൻവിസേജ്ഡ് ഇൻ ദ റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്ന് രണ്ട് വർക്കുകളുണ്ടല്ലോ പ്ലാറ്റോക്ക്, ഒന്ന് ഡയലോഗ്, രണ്ട് റിപ്പബ്ലിക്. അപ്പോൾ എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് എന്നുള്ള വർക്കിൽ നമ്മുടെ പ്ലാറ്റോ ഒരു പോയറ്റിനും ഇൻക്ലൂഡ് ചെയ്യിക്കാത്തത് എന്ന് ചോദിച്ചാൽ പോയറ്റ്സ് ആർ ലയേഴ്സ്, പോയട്രി ആൻഡ് പോയറ്റ്സ് ആർ നോട്ട് സേഫ് ഗൈഡ്സ്. ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഇതും ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഷുവറാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. കാരണം പോയട്രി കാനോട്ട് ബി എ റിലയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രൂത്ത് ബേസ്ഡ് ഓൺ റീസൺ. പിന്നെ പോയറ്റ് ആൻഡ് പോയട്രി ആർ നോട്ട് സേഫ് ഗൈഡ്സ് അല്ലേ. ഇതൊക്കെയാണ് എന്തിന് ആൻസർ ചെയ്തത്. അതുകൊണ്ടാണ് അയാളുടെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബുക്കിൽ പോയറ്റിനെ ആഡ് ചെയ്യാത്തത്. പിന്നെ രണ്ടാമത്തെ അറ്റാക്ക്. ഒന്നാമത്തെ അറ്റാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പോയറ്റിക് ഇൻസ്പിരേഷൻ. രണ്ടാമത്തത് എന്താണ്? ഇമോഷണൽ അപ്പീൽ. നെക്സ്റ്റ് ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് തന്നെയാണ്. എപ്പോഴും ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരും. ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു പ്ലാറ്റോ എക്സ്പ്ലെയിൻ. അപ്പോൾ പോയറ്റ് നെക്സ്റ്റ് ചാർജ് ചെയ്യണത് എന്തിനാണ്? പോയറ്റ് നെക്സ്റ്റ് ചാർജ് ഈസ് ദാറ്റ് പോയട്രി അറൈസസ് ഫ്രം ഇറ്റ്സ് അപ്പീൽ ടു ഇമോഷൻസ്. പോയട്രി അഫക്റ്റ് ഇമോഷൻസ് നോട്ട് അവർ ഇൻ്റലിജൻസ്. അങ്ങനെയാണല്ലേ. അപ്പോൾ നോക്ക്, ഇറ്റ് അപ്പീൽസ് ദ ഹാർട്ട് നോട്ട് ഇൻ ബ്രെയിൻ. ഈ പോയട്രി ബാധിക്കുന്നത് എവിടെയാണ്? ഇമോഷൻസിനെ, വികാരങ്ങളാണ് പോയട്രിയിലൂടെ ഉണ്ടാകുന്നത്. ഇത് ബാധിക്കുന്നതും വികാരങ്ങളെയാണ്. ഇതൊരിക്കലും ബുദ്ധിക്ക് നിലക്കുന്ന കാര്യങ്ങളല്ല അല്ലേ. ഇറ്റ് അപ്പീൽസ്, ഇത് ഹാർട്ടിനെയാണ് സന്തോഷിപ്പിക്കുന്നത്, ബ്രെയിനിനെ അല്ല. അപ്പം ആ ഇമോഷൻസിനൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല അല്ലേ. പ്ലാറ്റോ പറയുന്നത് എന്താണ്? ഇമോഷൻസ് കനോട്ട് ബി ട്രസ്റ്റഡ്. അതാണ് പറയുന്നത്. കാരണം നോക്കി കേട്ടോ. പോയട്രി അപ്പീൽസ് ടു ദ ഇമോഷൻസ് ആൻഡ് നോട്ട് ടു ദ റീസൺ. പോയട്രി സന്തോഷിപ്പിക്കുന്നത് വെറും വികാരങ്ങളെയാണ്, അല്ലാതെ റീസൺ, ഇൻ്റലിജൻറ്റിനെ അല്ല. അവിടെ റീസൺ എന്നുള്ളടത്ത് ഇൻ്റലിജൻസ് എഴുതിയേക്കണം കേട്ടോ. ബുദ്ധിക്ക് നിലക്കുന്ന കാര്യങ്ങളല്ല, വികാരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അപ്പീൽ, സന്തോഷം നൽകുന്നത്. ഈ വേർഡൊക്കെ ഇനി എപ്പോഴും വരും കേട്ടോ, അപ്പീൽ എന്നുള്ള വേർഡൊക്കെ. അപ്പോൾ എന്താണ്? പോയട്രി അപ്പീൽസ് ടു ദ ഇമോഷൻസ് ആൻഡ് നോട്ട് ടു ദ റീസൺ. ഇത് പിക്ചേഴ്സ് ഓഫ് ലൈഫ് ആർ ദർ ഫോർ മിസ്ലീഡിങ്. ഇത് ലൈഫ് മിസ്ലീഡ് ചെയ്യാണ് ഈ പോയട്രിയിലൂടെ ചെയ്യുന്നത്. പോയട്രി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻസ്പിരേഷൻ. കാരണം വികാരങ്ങൾക്ക് മാത്രമേ ഇതിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളെന്ത് ചെയ്യും? മിസ്ലീഡ് ചെയ്യും ലൈഫിനെ എന്നൊക്കെയാണ് പറയുന്നത്. ഹെൻസ് ഇറ്റ് കനോട്ട് ബി എ സേഫ് ഗൈഡ് ആസ് റീസൺ. അതുകൊണ്ട് തന്നെ റീസണിനെ പോലെ, ഇൻ്റലിജൻറ്റിനെ പോലെ ഒരു സേഫ് ഗൈഡ് അല്ല എന്ത് പോയട്രി. ബീങ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻസ്പിരേഷൻ, അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്
കേട്ടോ. ബീങ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻസ്പിരേഷൻ റാദർ ദാൻ ഓഫ് റീസൺ, പോയട്രി അപ്പീൽസ് ടു ദ ഹാർട്ട് റാദർ ദാൻ ഇൻ്റലക്റ്റ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക. ഫസ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ വരേണ്ടത് എന്താണ്? ബീങ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻസ്പിരേഷൻ. ഒരു വെറും ഇൻസ്പിരേഷൻ്റെ പ്രോഡക്റ്റായ പോയട്രിക്ക് ഇൻ്റലിജൻസിൻ്റെ പ്രോഡക്റ്റ് അല്ലാത്ത ബീങ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻസ്പിരേഷൻ റാദർ ദാൻ റീസൻ്റെ പ്രൊഡക്റ്റ് അല്ലാത്ത ഇൻസ്പിരേഷൻ്റെ പ്രോഡക്റ്റായ പോയട്രിക്ക് ഒരിക്കലും എന്തിനെ സന്തോഷിപ്പിക്കാൻ കഴിയൂല? അപ്പീൽസ് ടു ദ ഹാർട്ടിനെ മാത്രമേ സന്തോഷിക്കാൻ കഴിയുള്ളൂ. റാദർ ദാൻ ഇൻ്റലക്റ്റ്, ബുദ്ധിനെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ ഉണ്ടാവുന്നില്ല. പോയട്രി കൺസേൺ ബ്യൂട്ടി ഓഫ് ദ ഫോം. അപ്പോൾ പോയട്രി എന്ന് പറഞ്ഞത് ഒരു ബ്യൂട്ടിൻ്റെ ഫോം മാത്രമാണ് എന്നാണ് നമ്മുടെ പ്ലാറ്റോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും എന്തിന് കഴിയൂല ഈ ഒരു പോയട്രിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇമോഷൻസ് ക്യാൻ നെവർ ഗൈഡ് വൺ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് സെർച്ച് ഫോർ ട്രൂത്ത്. ഒരിക്കലും വികാരങ്ങൾക്കൊരു ഇൻഡിവിജ്വലിനെ സത്യത്തെ സെർച്ച് ചെയ്യുന്ന സത്യത്തിൻ്റെ സത്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇമോഷൻസിന് ഒരിക്കലും ഗൈഡ് ചെയ്യാൻ, ഒരു ഇൻഡിവിജ്വലിനെ ഗൈഡ് ചെയ്യാൻ ഇമോഷൻസിന് സാധിക്കില്ല. അപ്പോൾ പ്ലാറ്റോ ഇലസ്ട്രേറ്റ് ദിസ് വിത്ത് റെഫറൻസ് അല്ലേ, റെഫറൻസ് ഓഫ് ട്രാജിക് പോയട്രി റെഫർ ചെയ്തുകൊണ്ട് അയാൾ ഇതിന് എക്സാമ്പിൾ പറയാണ് നമ്മുടെ പ്ലാറ്റോ. ഇൻ ട്രാജഡി എന്താ പറയുന്നത് നോക്കൂ. ഇൻ ട്രാജഡി ദർ ഈസ് മച്ച് വീപ്പിംഗ് ആൻഡ് വെയിലിംഗ്. ഒരു ട്രാജഡി ആകുമ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഒരു ഫിലിം ആലോചിച്ച് നോക്കുക, ആകാശദൂത് കാണുന്ന സമയത്ത് നമ്മൾ കുറേ കരയും അല്ലേ, വീപ്പിംഗ് ആൻഡ് വെയിലിംഗ്, വിലാപത്തോടു കൂടി കരയും. ട്രാജിക് പോയട്രി അപ്പോൾ അങ്ങനെ തന്നെയാണ് ട്രാജിക് പോയട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പോയട്രിനെ പോലെ നമ്മൾ സോണറ്റ് 29 ഓടിറ്റുവോട്ടൊന്നും പറഞ്ഞ പോലെ ലവ് കോൺസെപ്റ്റുകളല്ല ഉണ്ടാവുക. ട്രാജിക് പോയട്രി ഒരു തീം തന്നെ ഉണ്ടാവും, യുദ്ധം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവിങ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു ട്രാജിക് പോയട്രിയിൽ ഇൻ ട്രാജഡി ദർ ഈസ് മച്ച് വീപ്പിംഗ് ആൻഡ് വെയിലിംഗ്. നോക്കൂ, ദിസ് മൂവ്സ് ദ ഹാർട്ട് ഓഫ് ഇൻസ്പിരേഷൻ, ഇറ്റ് ഈസ് ഹാംഫുൾ ഇൻ ഇറ്റ്സ് എഫക്റ്റ്. എന്താ പറഞ്ഞത്? ട്രാജഡിയിൽ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടും വീപ്പ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് അത് ഈ ഒരു വെയിലിങ്ങും വീപ്പിങ്ങും ഒക്കെ ദിസ് മൂവ്സ് എന്നാണ് സ്പെല്ലിങ്. ഞാൻ അങ്ങനെ പറയുമ്പം തന്നെ നോക്കണം, ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, പറയുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ് കറക്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ദിസ് മൂവ്സ് ദ ഹാർട്ട് ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ്, അത് കാണികളുടെ മനസ്സിൽ. നമ്മളിപ്പോൾ ആകാശദൂത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക തിയേറ്ററിൽ, ആ സമയത്ത് ആ കുട്ടീനെ അങ്ങോട്ട് വാറ്റുന്നതും സംഭവങ്ങളും അസുഖങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കുറേ കരയും അല്ലേ. ദിസ് മൂവ്സ് ദ ഹാർട്ട് ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ്, നമ്മളെ മനസ്സിനെ അവിടേക്ക് കൊണ്ടുപോകും. ഇറ്റ് ഈസ് ഹാംഫുൾ ഇൻ ഇറ്റ്സ് എഫക്റ്റ്, അത് നമുക്ക് വളരെ ദോഷം ചെയ്യും. അങ്ങനെ നമ്മളെ മനസ്സ് അങ്ങനെ മൂവ് ചെയ്യണത്, നമ്മളെ മനസ്സിൽ ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് നമ്മൾ കരയണ സമയത്ത് ഇത് നമുക്ക് ഹാംഫുൾ ആയിട്ടാണ് ബാധിക്കുക എന്നാണ് പ്ലാറ്റോ പറഞ്ഞത്. ഇഫ് വി ലെറ്റ് അവർ ഓൺ പിറ്റി ഗ്രോ ഓൺ, എന്ത് ചെയ്യും? നമ്മുടെ പിറ്റി, നമ്മുടെ ആ കരുണ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ പിറ്റി നമുക്ക് വളരുകയാണ് ചെയ്യുന്നത്. ഗോ ഓൺ വാച്ചിങ് ദ ഗ്രീഫ്, ആ വിഷമം ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫിലിം ഇങ്ങനെ കുറേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളെ വിഷമങ്ങളും വളരും. ഇറ്റ് വിൽ നോട്ട് ബി ഈസി ടു റെസ്ട്രെയിൻ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് അവർ ഓൺ സഫറിങ്. പിന്നെ നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ അല്ലേ, ഇറ്റ് വിൽ നോട്ട് ബി ഈസി ടു റെസ്ട്രെയിൻ, അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇറ്റ് വിൽ നോട്ട് ബി ഈസി ടു കൺട്രോൾ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് അവർ ഓൺ സഫറിങ്. സ്വന്തമായിട്ടൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് പിടിച്ചു വെക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആർട്ടിലൂടെ ഇങ്ങനത്തെ പ്രൊഡക്ഷനൊക്കെ നടത്തിയാൽ, അപ്പോൾ ട്രാജിക് പോയട്രി ആയാലും എന്താണ്, ഒരിക്കലും നല്ലതല്ല. ട്രാജിക് പോയട്രി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് സഹിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പോയട്രി ഫീഡ്സ് ദ പാഷൻസ് ആൻഡ് ലെറ്റ് ദം റൂളേഴ്സ്. പോയട്രി നിറയെ ഫീഡ് ചെയ്യണത് എന്താണ്? പാഷൻസ്, വികാരങ്ങളെയാണ്. അവ നമ്മളെ
റൂൾ ചെയ്യാണ് ചെയ്യണത്. അല്ലാതെ ഒരിക്കലും ബുദ്ധിക്ക് നിലക്കുന്ന കാര്യങ്ങളല്ല, ഇൻ്റലിജൻസിന് നിലക്കുന്ന കാര്യങ്ങളല്ല പോയട്രി നമുക്ക് തരുന്നത്. ഇതൊക്കെ പ്ലാറ്റോ പറയാണ് കേട്ടോ, നമ്മളെ അഭിപ്രായമല്ല, വേറെ ആരുടെയും അഭിപ്രായമല്ല. ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കൂ. പോയട്രി റീഡിങ് ഇൻക്രീസിങ് അല്ല, പോയട്രി റീഡിങ് ഇൻക്രീസസ് ദ ഇമോഷണൽ കപ്പാസിറ്റി അല്ലേ. അവിടെ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ, അല്ലെങ്കിൽ ഫീലിംഗ് എന്നുള്ളതിന് പകരമായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി നിങ്ങൾ. പോയട്രി റീഡിങ് ഇൻക്രീസസ് ദ ഇമോഷണൽ കപ്പാസിറ്റി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസസ് ദ റീസണിങ് പവർ. മനസ്സിലായോ? കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പോയട്രി റീഡിങ് ഇൻക്രീസസ് ദ ഇമോഷണൽ കപ്പാസിറ്റി. പോയട്രി റീഡിങ്ങിലൂടെ എന്ത് മാത്രമേ വളരുന്നുള്ളൂ? ഇമോഷണൽ കപ്പാസിറ്റി മാത്രമേ വളരുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും റീസണിങ് പവറോ ബുദ്ധിയോ വളരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഇതിപ്പോൾ പ്ലാറ്റോ എതിർക്കുകയാണല്ലോ. ഫസ്റ്റ് എങ്ങനെ എതിർത്തു? പോയട്രി ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻസ്പിരേഷൻ, ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ, ഇറ്റ് ഈസ് നോട്ട് ട്രസ്റ്റഡ്. പോയറ്റിക് ഇൻസ്പിരേഷൻ എന്നുള്ള പോയിന്റിൽ അതൊക്കെയാണുള്ളത്. പിന്നെ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഓൺലി ഇൻക്രീസസ് ദ പോയട്രി ഓൺലി ഇൻക്രീസസ് ദ ഇമോഷണൽ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, നോട്ട് ഇൻക്രീസസ് ദ ഇൻ്റലിജൻറ്റ് അല്ലേ. അല്ലെങ്കിൽ ഒരിക്കലും ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ദ റീസണിങ് പവർ. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇറ്റ് ഒരിക്കലും ഇതെന്ത് ചെയ്യണില്ല, റീസണിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നില്ല. അതും പ്ലാറ്റോ കണ്ടം പുച്ഛിക്കാണ് പോയട്രിനെ 3 പോയിന്റിലായിട്ട്. അതിൽ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 1 മോർ പോയിന്റ് ഉണ്ട് അവിടെ. ഏതാണ്? നോൺ മോറൽ ക്യാരക്ടർ. അങ്ങനെ 3 പോയിന്റുകളിലായിട്ട് പോയട്രിനെ പുച്ഛിക്കാണ്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.